വീട്ടുകാർ ലീവിന് നാട്ടിൽ പോവാണ്. ഞങ്ങൾ നേരെ കോളേജിൽ പോയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. പോകുന്നതിന്റെ പാവ നിരഞ്ജനിയും ദേവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നേന്. അയ്യേ, ഞങ്ങള് രണ്ടാളും സുഖമായിട്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ പോകും. നിനക്ക് 2 ബാഗൊക്കെ ഉണ്ടോ? എടി ഇവൾക്ക് 2 ബാഗൊക്കെ ഉണ്ടെടി. എടി ഇതെന്തെല്ലാരും 2 ബാഗൊക്കെ എടുത്തിട്ട് പ്ലേറ്റ് എന്താ നല്ല രസമുണ്ട്. എന്താ ചെയ്യുന്ന ഗായ്സ്. അപ്പം വിചാരിച്ചതിൽ നേരത്തെ ഞങ്ങൾക്ക് വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ ഞങ്ങൾക്ക് ഇത് വിട്ടു. ബസ്സാണെങ്കിൽ ഞങ്ങൾക്ക് 4:15-നാണ്. അപ്പം ഞങ്ങൾ കുറച്ചൊരു കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ നെക്സസിൽ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ സെറ്റുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതന്നെ, നമ്മളെ ആരും എന്തോ വലിയ വേറെ ചെയ്യുന്നപ്പോഴാണ് ഗൈസ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഇത്രയും ലഗേജൊക്കെ എടുത്തിട്ട് വന്നേം കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സ് തപ്പി നടക്കുകയാണ്. എല്ലാവരും ഇവിടുന്ന് കുറച്ചേരം പറയാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എനിക്ക് നല്ല ഷോർട്ടൊക്കെ തന്നെ എടുക്കുന്നുണ്ട്. ഇതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കനം എനിക്കും ഉണ്ട്. കനം ഇവൻ്റെനും തോന്നുന്നു. മുടിയൊക്കെ നാശമായി ആശ. ഇനി എന്താ ചെയ്യുന്നത്? ഇനി എന്താ ഞങ്ങൾ പ്ലാനിങ് പോവാണ് ഗൈസ്. ഈ സാധനം കൊട്ടി താഴെ വീട് പോകും, നമ്മളും പോകും. ഞാൻ വേഗം ആശാൻ ഇങ്ങനെ എന്റെ അതേ ഷർട്ട് പോകുന്നു ഗായ്സ്. എടി ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്റെ ഷർട്ട് കണ്ടോ. പൈസക്കാരൊക്കെയാണ് ഇങ്ങനത്തെ ഷർട്ട്. മനസ്സിലായില്ലേ? പിന്നെ വേണമല്ലേ എടി പൈസ ഇല്ല. ഓപ്പൺ ദുഡില്ല ഗൈസ്. ബസ്സല്ലേ ഇതിനു മുമ്പ് മലയാളത്തിൽ പറഞ്ഞ പോവാം. പോയാ മതി. നമുക്കൊരു എത്തിക്കണ്ടായിരുന്നോ? ഞാനത് നമ്മളിനി പോവുകയാണോ? നമ്മളിനി പോവുകയാണ്. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര
ചൂട് കൈ. എവിടെ ഞങ്ങളുടെ ഊബർ വന്നിട്ടില്ല ഗൈസ്. ഇപ്പൊ വരുമായിരിക്കും. വേണ്ട വേണ്ടല്ലോ.